Happyland presents Happyland Happy New Year 2025. Powered by Global Laboratories and Testing LLC Oman. Co-powered by 4Kids Toys. Co-presents Club Travelette. This program is brought to you by Alfred Group, UAE. എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. അപ്പോൾ നമ്മുടെ 2024 നമ്മളോട് ഇങ്ങനെ ബായ് പറയാനായിട്ട് നിൽക്കുകയാണ്. അപ്പം തന്നെ ക്രിസ്മസ് ആഘോഷങ്ങളും ന്യൂ ഇയർ ആഘോഷങ്ങളും എല്ലായിടത്തും. ഞാനിപ്പോൾ ദുബായിലാണുള്ളത്. ഇവിടെ ദുബായിലും ഒപ്പം തന്നെ നാട്ടിലും ഇങ്ങനെ തകൃതിയായി നടക്കുന്നുണ്ട്. നാട്ടിൽ കരോൾ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കും. പക്ഷേ ഇവിടെ ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, ഒത്തിരി ആഘോഷങ്ങളാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ദുബായ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂ ഇയറിന് ഇനി ഫയർ വർക്ക്സ് എവിടെ കാണാൻ പോകാമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രോഗ്രാമിലൂടെ കാട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ്. അപ്പം തന്നെ ഹാപ്പി ലാൻഡ് 2025 മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂ ഇയർ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ സുകന്യ ജയറാം. 2025 വരവേൽക്കാനായി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം എന്തെല്ലാം കടന്നുപോയി അല്ലേ? സന്തോഷം, കണ്ണീര്, ഉയർച്ച, താഴ്ച, ഇതെല്ലാം എന്തൊക്കെ ആയാലും അവസാനം ഈ ഒരു ഡിസംബർ മാസത്തിൽ നമ്മൾ എല്ലാവരും ഒരേ മനസ്സോടെ കാത്തിരിക്കുന്നത് ആ ഒരു പുതിയ വർഷത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊച്ചി കായലിലെ ഇംപീരിയൽ ക്രൂയിസിലാണ്. എറണാകുളത്ത് നമ്മുടെ സ്വന്തം കൊച്ചിയിലുള്ള ഒരു ക്രൂയിസാണിത്. വൈകുന്നേരം 5 മണിക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ രാത്രി 9 മണി വരെ 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. എവിടെയെന്നല്ലേ? അറേബ്യൻ കടലിൻ്റെ അങ്ങോട്ട് നമ്മൾ പോവാണ്. ഇവിടെ DJ ഉണ്ട്, ഡാൻസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, രുചികരമായ ഭക്ഷണം, ഇതെല്ലാം അടങ്ങുന്ന ഒരു സ്വർഗതുല്യമായ ഒരു അനുഭവമാണ് നമ്മുടെ ഈ ഇംപീരിയൽ ക്രൂയിസിലൂടെ നമുക്ക് കിട്ടാൻ സാധിക്കുന്നത്. ഇവിടെ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ കൂടെ വരും. നിയോ ക്ലാസിക്കിൻ്റെ ഇംപീരിയൽ ക്ലാസിക് ക്രൂയിസിൻ്റെ ഉടമയായ നിഷിജിത് കെ ജോൺ ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമ്മുടെ ഇംപീരിയൽ ക്ലാസിക് ക്രൂയിസ്, അതിൻ്റെ അനുഭവവും അതിൻ്റെ കാര്യങ്ങളും സവിശേഷതകളും എല്ലാം നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഹലോ സർ. ക്ലാസിക് ഇംപീരിയൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയുടെ നിയോ ക്ലാസിക്കിൻ്റെ 6ാമത്തെ വെസലാണ്. ഈ 6 വെസലും ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ പണിതാണ്. ക്ലാസിക് ഇംപീരിയൽ ഞങ്ങൾ പണിതുന്നത് കഴിഞ്ഞ കോവിഡ് സമയത്താണ്. മാർച്ച് 5-ാം തീയതി പണിയുന്നു, മാർച്ച് 22-ാം തീയതി കോവിഡ് ആകുന്നു. ദൈവം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ കൊണ്ട് 3 വർഷം കൊണ്ട് ഞങ്ങൾ ഈ വെസൽ, അതായത് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ, അതായത് ഒരു ഫോറിൻ നിന്നോ അമേരിക്കയിൽ നിന്നോ ദുബായിൽ നിന്നോ ആര് വന്നാലും അവർക്കൊരു കല്യാണമോ വെഡിങ് ആനിവേഴ്സറിയോ എന്ത് നടത്താനും അല്ലെങ്കിൽ കോളേജ് റീയൂണിയൻ നടത്താനും പറ്റിയ ഒരു നല്ല വെസലാക്കി ഞങ്ങൾ. നമുക്ക് എത്ര പേരെ പരമാവധി ഇതിനകത്ത് നമുക്ക് കുളിക്കാൻ പറ്റും? ഇതിനകത്ത് 150 പേരുടെ കപ്പാസിറ്റി, 150 പേരെ ഒന്നിച്ച് യാത്ര ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ക്രൂയിസ് വെസലാണ് അദ്ദേഹം ഇപ്പോൾ നമുക്കിവിടെ നിർമ്മിച്ചത്. അത് നമുക്ക് നോക്കിയാൽ അറിയാം, ഭയങ്കര കളർഫുൾ ആയിട്ട് നമ്മുടെ ഈ കൊച്ചി കായലിൽ ഇങ്ങനെ ഓളം തല്ലുന്ന ഈ കായലിൻ്റെ ഇടയിൽ ഇതിങ്ങനെ നിറങ്ങൾ ഇങ്ങനെ സ്പ്ലാഷ് ചെയ്ത പോലെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ക്രൂയിസാണിത്. അത് തന്നെ നമുക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്, ഒരു കളർഫുൾ പോസിറ്റീവ് എനർജിയാണ്. ഇതിൻ്റെ അകത്ത് കയറിയാലും നമുക്ക് 4 hours 5 to 9 ഉള്ള ഡിന്നർ ക്രൂസ് ആണ്. ഇപ്പൊ നമ്മൾ 2500 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടാണ് ആളുകൾ കയറിയത്. ഇത് 4 hours ക്രൂസ് ആണ്, 5 to 9 ആണ്. ഇതിപ്പോൾ നേരെ പോയ കടലിലേക്ക് പോയി സൺസെറ്റ് കണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബാൻഡ് പെർഫോം ചെയ്യും. ഈ ബാൻഡ് പെർഫോം ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ബാൻഡും നമ്മുടെ തീവ്ര എന്ന് പറഞ്ഞ ബാൻഡായിട്ടാണ് നമ്മുടെ കമ്പനിയുടെ കോൺട്രാക്ട്. അതേപോലെ ഡാൻസേഴ്സ്, താണ്ഡവം എന്ന് പറഞ്ഞാൽ കൊച്ചിയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ഏറ്റവും ഫേമസ് ഒരു ഡാൻസ് കമ്പനിയായിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഞങ്ങൾ ഈ വെസൽ നിർമ്മിച്ചപ്പോൾ ഞങ്ങളുടെ ഇൻറ്റീരിയർ ചെയ്തത് ഡീറ്റെയിൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതായത് ഇന്ന് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു ആളുകൾക്കൊക്കെ അറിയാം, ഡീറ്റെയിൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇൻറ്റീരിയർ ചെയ്തത്. പിന്നെ സൗണ്ട് സിസ്റ്റം ഞങ്ങൾ ചെയ്തതും മേയർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. പിന്നെ ഞങ്ങളുടെ ഓൺ കൺസ്ട്രക്ഷനാണ്. ഇതിൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ പെയിൻ്റായ ജോട്ടൂണാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഫുൾ പെയിൻറ്റ് ചെയ്തേക്കുന്നത്. Hi. Hi, how are you? I'm good, thank you. How are you? Fine, thank you. പേരെന്താ? ജമാൽ. Samira. Aisha. എവിടെന്നാ വരുന്നത്? ഞങ്ങൾ കാലിക്കറ്റ്.
കാലിക്കറ്റ് ഇവിടേക്കായിട്ട് വരുന്നതാണോ? കയറാനായിട്ട് വന്നതാണ്. അപ്പോൾ ക്രൂയിസിൽ വരാനായിട്ട് കോഴിക്കോട് നിന്ന് വന്ന ഒരു ഫാമിലിയാണ്. സാർ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ദുബായിലാണ്, ബിസിനസ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പൊ ലീവിന് അല്ലെങ്കിൽ ഷോർട്ട് വെക്കേഷൻ വന്നാണ്. ഷോർട്ട് വെക്കേഷൻ വന്നതാണല്ലേ? ഓക്കെ. മാം വർക്ക് ചെയ്യുന്നുണ്ടോ? എന്ത് ചെയ്യാ? ഫസ്റ്റ് ഇയർ ഓക്കെ ഫൈൻ. അപ്പൊ ഇനി അവിടെയാണോ പഠിക്കുന്നത്? ഓ ശരി. ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. അപ്പൊ കേരളത്തിൽ നമുക്ക് ദുബായിലെ പോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? സൂപ്പർബായിട്ടുണ്ട്. അപ്പൊ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഇപ്പം പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് പതുക്കെ വൈബ് എടുത്ത് വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ഇവിടെ DJ ഉണ്ട്, ഫുഡ് ഉണ്ട്, വേറെ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പൊ ന്യൂ ഇയർ ഒക്കെ വരല്ലേ? ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആണ്. അപ്പം ന്യൂ ഇയർ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ദുബായിലായിരിക്കും, തിരിച്ചു പോവാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഷോർട്ട് വെക്കേഷൻ വന്നുകൊണ്ട് എന്തായാലും പോകണം. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവിടെയാണ് കൂടുതൽ എൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അവിടെയാണ്. അതുകൊണ്ട് പോകും. ഞങ്ങളെ കൂടെ ഏറ്റവും അടുത്ത് ഞങ്ങൾ ഫ്രണ്ട്സുകളുണ്ട്. കണ്ടില്ലേ, റാഫി, അവരൊക്കെ നിർബന്ധിച്ച് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പ് അടിച്ചതാണ്. ഇനി എന്തായാലും ഇടക്കിടക്ക് വേണ്ടി പ്രതീക്ഷിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും. ശരി. അപ്പൊ ന്യൂ ഇയറിന് ഇതുപോലത്തെ യാത്രകൾ എപ്പോഴും ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ. വേറെ വേറെ പാട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പാട്ട് പാടിയാലോ? കൂട്ടുകാര് നമ്മളിപ്പോ ഒരു പാട്ട് പാടുന്നു. കൺമണി അൻപോട് കാതലൻ എഴുതും കടിതമേ, പൊന്മണി വീട്ടിൽ സൗഖ്യമാ നാനിങ്ക സൗഖ്യമേ, ഉന്നെ എണ്ണി പാർക്കയിൽ കവിത കൊട്ടത് അതേ നിനക്കയിൽ വാർത്ത മുട്ടത്. ഓ കൺമണി അൻപോട് കാതലൻ എഴുതും കടിതമേ. താങ്ക് യു. ഓക്കെ. അപ്പൊ പാടിയതുകൊണ്ട് ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടോ? ട്രിവാൻഡ്രത്ത് ഹാപ്പി ലാൻഡിൽ പോയിട്ടുണ്ടോ? ഹാപ്പി ലാൻഡ് ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് വേമ്പായത്തിന് അടുത്താണ് ഈ അമ്യൂസ്മെന്റ് പാർക്ക് ഉള്ളത്. ഇവിടെ നമുക്ക് ലാൻഡ് ആൻഡ് വാട്ടർ റൈഡ്സ് ആയിട്ട് ഒത്തിരി പരിപാടികളുണ്ട്. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വൈകിട്ട് വരെ നെക്സ്റ്റ് ട്രിപ്പിൽ എന്തായാലും വരാം. നിങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും ഒരു സമ്മാനമുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇനി വരാം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ലാൻഡ് ഹാപ്പി ന്യൂ ഇയർ 2025. എല്ലാവർക്കും നേരുന്നു സന്തോഷം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഹാപ്പി ലാൻഡിൻ്റെ കൂടെയുള്ള ഈ ഹാപ്പി ന്യൂ ഇയർ വിശേഷങ്ങൾ ഇന്നത്തെ ഇവിടെ ക്രൂയിസിൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും കുറേ വിശേഷങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാനായി വീണ്ടും വരാം. സുഗന്യ ജെറാം ടോക്കിംഗ് ടു യു. ബൈ. ഹായ്, ക്ലബ് ട്രാവലറിൻ്റെ HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് മിൻസിയാണ്. മിൻസി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഹെഡാണ്. കമ്പനിയുടെ ഇതുവരെയുള്ള ഗ്രോത്ത് പാർട്ടും കമ്പനിയുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും മിൻസി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഹലോ, നമസ്കാരം. 2017 നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെങ്കിലും ഇൻഡസ്ട്രിയിലേക്ക് വന്നതും രജിസ്റ്റർ ചെയ്തതും 2019 കോവിഡിൻ്റെ ടൈമിൽ. നമ്മൾ ഏകദേശം ഒരു 10 സ്റ്റാഫിൽ നിന്നാണ് തുടങ്ങിയതെങ്കിലും ഇപ്പം ഓൾമോസ്റ്റ് 100 എബോവ് സ്റ്റാഫ് നമ്മുടെ ക്ലബ് ട്രാവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പല ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. അക്കൗണ്ട്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഡൊമസ്റ്റിക്, ഇൻ്റർനാഷണൽ, കസ്റ്റമർ റിലേഷൻ. എടുത്തു പറയാനുള്ളത് കസ്റ്റമർ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് പോലെ മറ്റുള്ള ട്രാവൽ കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തരാകുന്നതും ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ ഫാക്ടറായിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. കാരണം നമ്മുടെ ത്രൂ ട്രാവൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആയാലും നമ്മളുടെ ഓൾമോസ്റ്റ് ഒരു 5000+ മെമ്പേഴ്സ് നമുക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് നമ്മുടെ മെമ്പർഷിപ്പിൽ.
ഏത് സമയത്തും 24/7 ലൈവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾക്കുള്ളത്. ഓൺഗോയിങ് ട്രിപ്പുകളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ത്രൂ ഏത് സർവീസ് എടുത്താലും എപ്പോൾ വിളിച്ചാലും നമ്മൾക്ക് മറ്റുള്ള ഓൺലൈൻ പോർട്ടൽസ് പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളുടെ പോലെ അല്ലാതെ നമ്മളെ സ്പെഷ്യൽ ആക്കുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റാണ്. കൂടാതെ ഇവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുമിച്ചുള്ള ഒരു വർക്കും അവരുടെ പ്രയത്നവും ഹാർഡ് വർക്കിങ്ങുമാണ് ക്ലബ് ട്രാവലറ്റിനെ ഇങ്ങനെ വിജയത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇയർ ബൈ ഇയർ ക്ലബ് ട്രാവലറ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഭാഗമാകാൻ പറ്റുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇതോടൊപ്പം ക്ലബ് ട്രാവലറ്റിൻ്റെ അണ്ടറിൽ വരുന്ന വേറൊരു പ്രസ്ഥാനമാണ് ടുമോറോ ട്രിപ്സ്. ക്ലബ് ട്രാവലറ്റിൻ്റെ ഒരു സിസ്റ്റർ കൺസേൺ ആണ്. നമ്മളത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ കേരള മാർക്കറ്റിന് വേണ്ടിയിട്ടാണ്. എല്ലാ B2B ബിസിനസ്സാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ഇൻബൗണ്ട് കസ്റ്റമേഴ്സിനെ കേരളത്തിൻ്റെ ടൂറിസം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക, കേരളത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു എയിമോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ആയിട്ടുള്ളെങ്കിലും നമ്മൾക്ക് ഫോറിൻ ക്ലയൻസും അതേപോലെ ജൂയിഷ് ക്ലയൻസ്, ഡൊമസ്റ്റിക് ക്ലയൻസൊക്കെ ഓൾറെഡി നമ്മളുമായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. അതും വിജയകരമായി പോകുന്നു. ടുമോറോ ട്രിപ്സിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യുന്ന ഒരു 30-ൽ പരം പ്രൊഫഷണൽസ് ഉണ്ട്. 10+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അതിലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സക്സസ്ഫുള്ളായിട്ട് പോകുന്ന ക്ലബ് ട്രാവലറ്റിൻ്റെ ഭാഗമായിട്ട് ഇത്രയും നാൾ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്കും സന്തോഷമുണ്ട്. ക്ലബ് ട്രാവലറ്റിൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും മെമ്പേഴ്സിനും ക്ലബ് ട്രാവലറ്റിൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. എൻ്റെ പേര് എമി. ഞാൻ ക്ലബ് ട്രാവലറ്റിൻ്റെ ഡയറക്ടർ ആൻഡ് CEO ആണ്. ഞങ്ങൾ ക്ലബ് ട്രാവലറ്റ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പിന്നാലെയാണ് കോവിഡ് വന്നത്. അന്ന് മുതൽ, അതായത് കോവിഡ് ടൈം മുതൽ ഇന്ന് ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഞാൻ നാരായണൻ മുരളീധര പണിക്കർ എന്ന കൊല്ലത്തുകാരൻ. കുണ്ടറ വിളംബരത്തോടെ പ്രസിദ്ധമായ കുണ്ടറ എന്ന സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമായ കുഴിയത്തുകാരനാണ്. 1978 ഗൾഫെന്ന സ്വപ്നം കണ്ട് ഗൾഫിലേക്ക് ചേക്കേറി ദുബായിൽ വന്നവനാണ് ഞാൻ. വളരെ കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. കഠിനാധ്വാനവും കഷ്ടപ്പാടുകളും എല്ലാം നമ്മൾ താണ്ടുമ്പോഴും നാട് എന്നുള്ള സ്വപ്നം, നാട്ടിലുള്ള അച്ഛനമ്മമാർ, നാട്ടുകാർ, ഇന്ത്യക്കാരും ഇങ്ങനെയുള്ള ഒരു സ്വപ്നം, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ള ഒരു വലിയ ഒരു സ്വപ്നത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ ജീവിതം ആരംഭിച്ചത്. ആ ജീവിതത്തിലൂടെ വന്നിട്ട് 44 വർഷം കഴിഞ്ഞു. കപ്പൽ ഗതാഗതമായിരുന്നു എൻ്റെ പ്രധാന മേഖല. അതിലാദ്യം സേവനമനുഷ്ഠിച്ചു. അത് കഴിഞ്ഞ് കപ്പൽശാല ഉണ്ടാക്കി. കപ്പൽ റിപ്പയർ ആയിരുന്നു. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പിന്നെ കപ്പൽ നിർമ്മാണത്തിലേക്ക് എത്തി നിൽക്കുന്ന അവസരമാണിത്. പല കപ്പലുകളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകോത്തരമായിട്ടുള്ള എല്ലാ നിലവാരങ്ങളും പുലർത്തുന്ന ഒരു സ്ഥാപനമാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും നാടെന്നുള്ള കേരളവും കേരള തനിമയും പൈതൃകവും മാത്രം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവർ അതിന് ധാരാളം സഹായങ്ങളും അതിന് മറ്റുള്ളവരെ എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനവും കൊടുക്കുന്ന ഒരു പല പ്രസ്ഥാനങ്ങളും കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ. ഈ അവസരത്തിൽ 2025 കടക്കുന്ന ഈ അവസരത്തിൽ മൊത്തത്തിലേ നമുക്ക് പറയാനുള്ളത്, കഴിഞ്ഞ അനുഭവങ്ങളും പ്രക്ഷുബ്ധമായിട്ടുള്ള രാജ്യാന്തര യുദ്ധങ്ങളും മറ്റും മഹാമാരികളും കടന്നു പോകുമ്പോഴും എനിക്ക് എൻ്റെ ഒരു നിർദ്ദേശം ലോകത്തോടുള്ളതെന്ന് പറഞ്ഞാൽ, മാധ്യമധർമ്മങ്ങളെ മാത്രം അതിൻ്റെ മാധ്യമധർമ്മത്തിനെ മുറുകെ പിടിച്ചുകൊണ്ടുള്ളൊരു മാധ്യമവും ലോകജനതയുടെ അവരുടെ ഉന്നമനം മാത്രമായിരിക്കണം നമ്മളുടെ നേതാക്കന്മാരുടെ, നമ്മളെ ഭരിക്കുന്നവരുടെയും ഉദ്ദേശം എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് വരും അടുത്ത വർഷത്തേക്ക് ഇതായിരിക്കും അവരുടെ അജണ്ടയെന്ന് മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ കടന്നു കയറാൻ പോകുന്ന 2025 നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും, കുഞ്ഞുകുട്ടികൾക്കും എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ആശംസകൾ എൻ്റെയും എസ്പെർട്ട് യുണൈറ്റ് മറൈൻ്റെയും പേരിൽ നേർന്നുകൊള്ളുന്നു. താങ്ക് യു. ഓർമ്മകൾ കൂടുകൂട്ടിയ മനസ്സിന്റെ തളർച്ചില്ലയിൽ നിറമുള്ള 1000 ഓർമ്മകളുമായി ഒരു വർഷം കൂടി കടന്നുപോകുന്നു. ഇന്നലകളിലെ നഷ്ടങ്ങളെപ്പറ്റി ഓർക്കാതിരിക്കാം. ശുഭപ്രതീക്ഷയോടെ നല്ല നാളേക്കായി കാത്തിരിക്കാം.
ഏവർക്കും ഹാപ്പിലാൻഡ് വാട്ടർ തീം പാർക്കിന്റെ പുതുവത്സരാശംസകൾ. ഒരു ഇല പോലെ കൊഴിഞ്ഞു വീണ 2024, ഒരു പൂ പോലെ മുട്ടിട്ട് വിരിയാൻ പോകുന്നു 2025. നല്ലൊരു പൂവിനായി നമുക്ക് കാത്തിരിക്കാം. സ്നേഹവും സന്തോഷവും സമാധാനവും നന്മയും നിറഞ്ഞ നല്ല നാളുകൾക്കായി ഈ പുതുവർഷം സമ്മാനിക്കുന്നു അൽഫുറത്ത് ഗ്രൂപ്പ് UAE. Happy Land Amusement Park, Thiruvananthapuram. Global Laboratory is GCC's largest laboratory for testing of food, water, and cosmetics. At Global Lab, we have been serving the most prestigious companies in UAE, Saudi, and Oman for more than 12 years. We are proud to deliver fast and accurate results and offer competitive pricing. From doorstep sample collection to technical consultations, Global Lab is always happy to go the extra mile for our clients. Contact Global Lab today for your company's testing requirements. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ക്രിസ്മസ്, ന്യൂ ഇയർ സ്പെഷ്യൽ കളക്ഷൻസാണ്. നമ്മൾ ഈ ഒരു എന്താ പറയുക, ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ റെഡ്, വൈറ്റ് അങ്ങനെയുള്ള നമ്മുടെ കളർ കോമ്പിനേഷനിൽ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് അതിനോട് കൂടിയിട്ട് ഗോൾഡൻ ഒരു തീമിൽ വർക്കൗട്ട് ആവില്ല. കുറച്ചുകൂടെ സ്റ്റോണൊക്കെ വരുന്ന ഡയമണ്ട് പോലെയുള്ള അല്ല ഡയമണ്ട് പാറ്റേൺസൊക്കെ ആയിരിക്കും ഓർണമെൻറ്റ്സിൽ, ഇപ്പോൾ നെക്ലേസ് ആണെങ്കിലും വളയിലൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള കുറച്ച് പറക്കാട്ടിൻ്റെ സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് സർട്ടിഫൈഡ് ക്യൂബിക് സിർക്കോണിയ സ്റ്റോൺസിൽ വരുന്ന നെക്ലേസുകളും കുറച്ച് വളകളും ഇനി അതിന് ചേരുന്ന കമ്മലുകളും മോതിരങ്ങളും എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതായത് കണ്ടോ, ആദ്യം തന്നെ നമ്മുടെ കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള, ഇനി ബ്രൈഡ്സിന് യൂസ് ചെയ്യാം, ഇനി നമ്മളുടെ അമ്മമാർക്ക്, ബ്രൈഡ് മെയ്ഡ് അങ്ങനെയുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള, ഇനി കല്യാണത്തിന് മാത്രമല്ല കേട്ടോ, നമ്മൾ ഫങ്ഷൻസ് ന്യൂ ഇയർ പാർട്ടിക്കും എല്ലാം പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ രീതിയിലുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ സ്റ്റോൺസ് കണ്ടാൽ അറിയാം. ഇത് ഡയമണ്ട് പോലെ തന്നെ, ഡയമണ്ടിൻ്റെ ഒരു നെക്സ്റ്റ് താഴേക്ക് നിൽക്കുന്ന സ്റ്റോൺസ് എന്ന് പറയാം. ഗോൾഡിൽ യൂസ് ചെയ്യുന്ന അതേ സ്റ്റോൺസ് തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഈ ഓർണമെൻറ്റ്സിൻ്റെ എല്ലാം സർട്ടിഫിക്കേഷൻസാണ്. ഇത് ജെം ലാബിൽ സർട്ടിഫൈ ചെയ്താണ് ഈ ഓർണമെൻറ്റ്സ് എല്ലാം വരുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്നത് ക്യൂബിക് സിർക്കോണിയാണ്. അപ്പം ഇനി ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷനും കൂടെ ഉണ്ട്. സിഗ്നിറ്റി സ്റ്റോൺസിൽ ചെയ്തിട്ടുള്ള ഓർണമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രീമിയം സിഗ്നിറ്റി സ്റ്റോൺസ് അല്ല, സർട്ടിഫൈഡ് സ്റ്റാർ കട്ട് AD സ്റ്റോൺസ് മാത്രം ഒന്ന് കാണാം. അതായത് കണ്ടോ, ചോക്കർ നെക്ലേസ്, നമ്മുടെ എത്ര ഭംഗിയാന്ന് നോക്കിയാൽ ഇതിൻ്റെ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ഡയമണ്ട് പോലെ തന്നെ നിൽക്കും. നമ്മൾ ഡയമണ്ട് വാങ്ങുക എന്നൊന്നും പറഞ്ഞാൽ സാധാരണക്കാർക്ക് സ്വർണ്ണം തന്നെ വാങ്ങാനായിട്ട് ഇപ്പോൾ സാധിക്കണില്ല. ആ ഒരു അതേപോലെ ഒരു ഹൈപ്പിൽ നിൽക്കുകയാണ് ഗോൾഡിൻ്റെ ഒരു റേറ്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഗോൾഡ് റേറ്റ് മുടക്കിയാൽ പോരാ, ഡയമണ്ടിൻ്റെ റേറ്റ് മുടക്കിയാൽ പോരാ, ഇതിന് വരുന്ന മേക്കിംഗ് ചാർജാണ് നമുക്ക് ഒരു രീതിയിലും താങ്ങാൻ പറ്റാത്തത്. അപ്പോൾ ഗോൾഡ് വാങ്ങണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം കാണും, ഇതേപോലെയുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള തിങ്സ് എല്ലാം വാങ്ങണം, ഉപയോഗിക്കണം. പക്ഷേ ഇതെല്ലാം നമ്മൾ ഒക്കേഷണലി ആയിരിക്കും വെയർ ചെയ്യുക. അപ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഹ്യൂജ് ആയിട്ടുള്ള
എന്താ പറയുക 1 lakh വരുന്ന ഒരു ഓർണമെൻറ്റ് ചിലപ്പോൾ നമുക്കൊരു 50,000 വരെയൊക്കെ ചിലപ്പം അതിന് മേക്കിംഗ് ചാർജ് വരാം. അപ്പോൾ അതിൽ കുറഞ്ഞ രീതിയിലും വരുന്നുണ്ട്. ഡയമണ്ടിലൊക്കെ ഇപ്പോൾ ഒരുപാട് ബഡ്ജറ്റ് റേറ്റിലും വരുന്നുണ്ട്, സിമ്പിൾ പാറ്റേൺസ് വരുന്നുണ്ട്. ബട്ട് അതേപോലെ തന്നെ നമ്മൾക്ക് അല്പം റിച്ചായിട്ട് ഒരു ലക്ഷങ്ങളോ അല്ലെങ്കിൽ കോടികളോ വില വരുന്ന രീതിയിലുള്ള ഒരു ഹെവി ആയിട്ടുള്ള സെറ്റൊക്കെ ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പറക്കാട് ജുവൽസിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റോൺസിൽ വരുന്ന പ്രീമിയം കളക്ഷൻസാണ് ഈ കാണുന്നില്ല. ഇപ്പോൾ ഇത് വൈറ്റ് സ്റ്റോൺസിൽ മാത്രമല്ല കേട്ടോ, ഇതേപോലുള്ള റൂബി സ്റ്റോൺസിൽ വരുന്നുണ്ട്. ഇതിനെല്ലാം ചേരുന്ന രീതിയിൽ റൂബിയിൽ തന്നെ ചെയ്തിട്ടുള്ള ബാംഗിൾസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺസും റൂബിയും എല്ലാം മിക്സ് ചെയ്തിട്ട് വരുന്ന സ്റ്റോൺസിലുള്ളതാ ഹെവി ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ബാംഗിൾസ്. ഇനി ഇതേപോലുള്ള ഇതൊക്കെ സ്ക്രൂ ബാംഗിളാണ്. ഇതേപോലുള്ള സ്ക്രൂ ബാംഗിളും ഇനി സ്ക്രൂ ഇല്ലാത്ത ഇനി സിമ്പിളായിട്ടുള്ള പാറ്റേൺസും ഉണ്ട്. അതേപോലെ ലൈറ്റായിട്ടുള്ള പാറ്റേൺസും വരുന്നുണ്ട്. അല്പം കൂടെ ഇടയിൽ നിൽക്കുന്ന രീതിയിലുള്ള മിഡിൽ ടൈപ്പിലുള്ള നെക്ലേസസ് ബാംഗിൾസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാർട്ടി വെയറായിട്ട് ചിലപ്പോൾ നമ്മൾ ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ കൂടെ ഇന്നിപ്പോൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ പിന്നീട് അത് ഉപയോഗിക്കാനൊരു ബുദ്ധിമുട്ട് കാണും. അപ്പോൾ ഓരോ തവണയും മാറി മാറിയൊക്കെ നമുക്ക് ആഭരണങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഡെഫിനറ്റായിട്ട് പറക്കാട് ജുവൽസിൻ്റെ ഷോറൂംസിലേക്ക് വരിക. ഏത് കളർ തീമിനും വരുന്ന ഒരുപാട് നെക്ലേസസ്, ബാംഗിൾസ്, റിങ്സ്, പെൻഡൻസ് എല്ലാ കളക്ഷൻസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായി. അപ്പോൾ ഒരിക്കൽ കൂടി 4Kids സ്പെഷ്യൽ ഹാപ്പി ന്യൂ ഇയർ സെഗ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത് നമുക്ക് എങ്ങനെയാണ് പാരൻസിനെ ഏറ്റവും നല്ല ടോയ്സ് സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് നമ്മൾ പല ഏരിയയിലും ഏറ്റവും നല്ലത് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാകുമ്പോഴും ഈ ഒരു ടോയ്സ് ഏരിയയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു എന്നൊക്കെ സർ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഈ ഒരു കേരളത്തിൽ എങ്ങനെയാണ് ഈ ഒരു ഹോൾസെയിൽ ശൃംഖലയുടെ വിപണന സാധ്യത, അത് എവിടേക്കാണ് മാർക്കറ്റ് ചെയ്യുന്നത്, ആ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സ് എങ്ങനെയാണ് സർ പിടിച്ചെടുക്കുന്നത്, ഇതിലേക്കൊക്കെ നമുക്ക് ഒന്നുകൂടി പോയി നോക്കാം. നിങ്ങളുടെ ടോയ് ഷോപ്പ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? മാറുന്ന ട്രെൻഡിനനുസരിച്ച് എങ്ങനെ അപ്ഡേറ്റ് ആയിരിക്കാമെന്ന ആശങ്കയിലാണോ? ക്വാളിറ്റി ടോയ്സ് എങ്ങനെ, എവിടുന്ന്, എത്ര വേഗത്തിൽ കിട്ടുമെന്ന് ആലോചിച്ച് വേവലാതിപ്പെടുകയാണോ? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. സ്മാർട്ട് ഫോൺ കയ്യിലില്ലേ? എങ്കിൽ ഉടൻ തന്നെ 4Kids ടോയ്സിന്റെ B2B മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ക്വാളിറ്റിയും വൈവിധ്യമായ ടോയ്സ്, ബേബി ക്രാഡിൽസ്, ട്രൈസിക്കിൾസ്, വാക്കർ, മാജിക് കാർ ഉൾപ്പെടെ കിൻഡർ ഗാർഡൻ, സ്കൂൾസ് ഫർണിച്ചർ, കിഡ്സ് പ്ലേ ഏരിയ അല്ലെങ്കിൽ ഒരു പാർക്ക് തന്നെ സെറ്റ് ചെയ്യാനുള്ള എല്ലാവിധ ഇൻഡോർ ഔട്ട്ഡോർ പ്ലേ എക്യുപ്മെന്റ്സുകളും സ്വപ്നതുല്യമായ ഹോൾസെയിൽ വിലയിൽ കേരളത്തിൽ എവിടെയും നിങ്ങളുടെ ഷോപ്പിൽ ഞങ്ങൾ എത്തിക്കും. ലേറ്റസ്റ്റ് മോഡലുകളുടെയും എഡ്യൂക്കേഷൻ ടോയ്സുകളുടെയും വിപുലമായ കളക്ഷൻ, ISC ISO സർട്ടിഫൈഡ് ടോയ്സുകളുടെ വൻ ശേഖരം. 4Kids ടോയ്സ്, ക്വാളിറ്റി ടോയ്സ് ഫോർ ഫൺ ആൻഡ് ലേൺ. ഫോർ മോർ എൻക്വയറി കോൾ 99517133. അപ്പോൾ ഒരു 9 വർഷം മുമ്പ് ഇത്തരം ഒരു പ്രവാസ മേഖലയിൽ നിന്ന്, അതും നാട്ടിൻപുറത്ത് അല്ലെ, നാട്ടിൻപുറത്ത് പിന്നെ ഇങ്ങനെ ഒരു സാധ്യത കാണുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് എങ്ങനെയായിരുന്നു ഈ ഒരു കിഡ്സ് ഏരിയയിലേക്കുള്ള ഒരു പ്രവേശനം എങ്ങനെയായിരുന്നു? ഞാൻ ഈ ടോയ്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന, അതായത് എൻ്റെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒട്ടനവധി ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും അതുപോലെ ചൈനയുടെ പല ഭാഗങ്ങളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ തീരെ ഡെവലപ്പ് ആവാത്ത ഏരിയകൾ പോലും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലായി, കാരണം നമ്മളൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നമ്മളെ തേടി കസ്റ്റമേഴ്സ് നമ്മളെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വരും എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് എനിക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ടോയ്സ് ആ ഒരു മിതമായ നിരക്കിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഏറ്റവും എക്സ്പെൻസീവായ ഒരു ടൗണിൽ ഒരു ഷോറൂമോ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസോ ഒക്കെ സെറ്റ് ആകുന്ന സമയത്ത് അതിൻ്റെ ഒരു ഓവർ ഹെഡ് എക്സ്പെൻസ് ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ ഓൺ ബിൽഡിംഗ് ആണ്, ഓൺ ലാൻഡാണ്. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു ടോയ്സ് എന്നിലേക്ക് എത്താനുള്ള ആ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് ഒന്നും അതിൻ്റെ മുകളിൽ ഞാൻ ഓവർ ഹെഡായി വരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മാർക്കറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ടോയ്സ് നല്ല ഒരു പ്രൈസിൽ എനിക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ കഴിയും.
അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് എൻ്റെ ബിസിനസ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ റെൻറ്റും എക്സ്പെൻസ് എല്ലാം കൂടെ ആയിട്ട് ടെക്നിക്കലി അതെല്ലാം ഈ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഞാനത് എടുക്കേണ്ടി വരും. കാരണം അല്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എൻ്റെ വില്ലേജിൽ, എൻ്റെ ഏരിയയിൽ ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് സെറ്റ് ചെയ്തത്. മാഡം ചോദിച്ചത് കറക്റ്റാണ്. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും ഒരു ഉള്ള ഏരിയയിൽ ഇത്രയും നന്നായിട്ട് ഒരു ഷോറൂം എന്തിന് സെറ്റ് ചെയ്തു എന്നുള്ളത്. കാരണം ഇവിടെ എത്രയും അതിനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത്. എൻ്റെ സാധ്യത ഞാൻ കാണുന്നത് എനിക്ക് കാസർഗോഡ് നിന്ന്, അതുപോലെ ട്രിവാൻഡ്രത്ത് നിന്ന്, അങ്ങനെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കസ്റ്റമേഴ്സ് എന്നെ തേടി എൻ്റെ ഷോറൂമിൽ വരാറുണ്ട്. അപ്പോൾ ഇതൊരു ഹോൾസെയിൽ ശൃംഖലയാണെന്ന് സർ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ്, ആരൊക്കെയാണ് ഇതിന്റെ ഒരു കസ്റ്റമേഴ്സ്, എങ്ങനെയാണ് അത് ഏറ്റവും നന്നായിട്ട് കേരളത്തിൽ ഇങ്ങനെ വിപണനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? നമ്മുടെ ടോയ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 100% നോൺ ടോക്സിക് ആയിട്ടുള്ള ടോയ്സ് ആണ്. അപ്പൊ അതിന്റെ അവൈലബിലിറ്റി അതുകൊണ്ട് തന്നെ അത് അന്വേഷിച്ച് നമ്മുടെ അടുത്തേക്ക് കസ്റ്റമേഴ്സ് എത്താറുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷോപ്പുകൾ ഒത്തിരി ഉണ്ട്. ഏകദേശം 700ഓളം ഷോപ്പിൽ ഇന്ന് 4Kidsന്റെ ടോയ്സ് അവൈലബിൾ ആണ്. അത് മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കസ്റ്റമൈസ്ഡ് B2B മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിന് നമ്മുടെ ഷോപ്പിൽ വരേണ്ട ആവശ്യമില്ല. നമുക്ക് അവര് ബിസിനസ് ചെയ്യുന്ന സമയത്ത് പോയിട്ട് അവരെ ഇന്ററപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ ഫ്രീ ടൈമിൽ അവരെ കയ്യിലുള്ള മൊബൈലിൽ വെച്ചിട്ട് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും അതിൽ അവൈലബിൾ ആണ്. അവർക്ക് അതുവഴി തന്നെ ഓർഡർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കുട്ടികളെക്കാൾ അധികം പാരന്റ്സ് കാണേണ്ട ഒരു സെഗ്മെന്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങൾ മാറ്റർ നോക്കുമ്പോൾ അതാണ് മുസ്തഫ സാർ ഈ ഒരു സെഗ്മെന്റിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്തത് എന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും വൺസ് അഗെയിൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പുതുവർഷം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ. Happy Land Amusement Park, Thiruvananthapuram. Global Laboratory is GCC's largest laboratory for testing of food, water, and cosmetics. At Global Lab, we have been serving the most prestigious companies in UAE, Saudi, and Oman for more than 12 years. We are proud to deliver fast and accurate results and offer competitive pricing. From doorstep sample collection to technical consultations, Global Lab is always happy to go the extra mile for our clients. Contact Global Lab today for your company's testing requirements. മറൈൻ വേൾഡ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കിഡിലൻ കാഴ്ചകളൊക്കെ കാണാം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ മറൈൻ വേൾഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇഷ്ടംപോലെ കടൽ മീനുകളാണ്. ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇടുന്ന മീനുകളാണെന്ന്. പക്ഷേ ഇതെല്ലാം കടൽ മീനുകളാണെന്നാണ് നമ്മുടെ സന്തോഷേട്ടൻ പറയുന്നത്. 100%. സന്തോഷേട്ടാ, അപ്പം ഇതെന്തൊക്കെയാണ് സംഭവം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട്? ഇത് ബ്ലൂ ട്രിഗർ എന്ന് പറയുന്ന ഒരു ഫിഷാണ്, കടൽ ഫിഷാണ്. നമ്മൾ 90% കടൽ മീനുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കടലിലെ കളർഫുൾ ആയിട്ടുള്ള എന്നാൽ അംഗീകൃതമായ നമുക്ക് പ്രദർശനാനുമതിയുള്ള മത്സ്യങ്ങളാണ് നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും. ചില വംശനാശ ഭീഷണി നേരിടുന്ന ബാൻ ലിസ്റ്റിലുള്ള മത്സ്യങ്ങൾ നമുക്ക് പ്രദർശിപ്പിക്കാൻ ഒക്കില്ല. അങ്ങനെയുള്ള മത്സ്യങ്ങൾ നമ്മൾ പ്രദർശിപ്പിക്കുന്നില്ല. ഇത് ബ്ലൂ ട്രിഗർ എന്ന് പറയുന്നൊരു ഫിഷാണ്. ഇതിന് നമ്മൾ ഒരു കടൽ മത്സ്യത്തിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ കണ്ടന്റ്, അതായത് സലൈനിറ്റി, pH, TDS അങ്ങനെ കുറേ
കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഓക്സിജൻ കണ്ടന്റ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ കടൽ മത്സ്യങ്ങൾ ലൈവായിട്ട് നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ മരണപ്പെട്ടു പോകും. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ മത്സ്യങ്ങളെ ഇങ്ങനെ നിർത്തുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ കൂട്ടത്തോടെ മരണപ്പെട്ടു പോകും. അപ്പോൾ ഇതിന്റെ ബാക്കിൽ ഒരു വലിയൊരു പ്രോസസ്സ് ഉണ്ട്. ഇതിന്റെ ബാക്കിൽ വലിയൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ വെള്ളം ഒരേപോലെ തന്നെ വെളിയിലേക്ക് പോയിട്ട് തിരിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. വെള്ളം പുറത്തേക്ക് പോയിട്ട് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം അതേപോലെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. വെള്ളം പോയി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ പോയത് മിഷണറീസിന്റെ ഇതിൽ ശുദ്ധീകരിച്ച് തിരിച്ചു വരികയാണ്. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കിഡിലൻ കാഴ്ചകളൊക്കെയാണ് കണ്ടത്. മറൈൻ വേൾഡ് സ്പെഷ്യൽ എപ്പിസോഡ് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ. ഹാപ്പി ലാൻഡ് 2025 ഇന്നത്തെ എപ്പിസോഡ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. Happyland presents Happyland Happy New Year 2025. Powered by Global Laboratories and Testing LLC Oman. Co-powered by 4Kids Toys. Co-presents Club Travelet. This program is brought to you by Alfred Group, UAE.